ഹലോ ഡിയേഴ്സ്, നമ്മളിന്ന് ഒരു നെക്ക് ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു പേപ്പറിലേക്ക് നെക്ക് മാർക്ക് ചെയ്ത് വരച്ച് കൊടുത്തതിന് ശേഷം ട്രേസ് ചെയ്തെടുക്കുകയാണ്. ഏറ്റവും താഴെ നമ്മുടെ മെറ്റീരിയൽ വെക്കുക, അതിന് മുകളിൽ ട്രേസിങ് പേപ്പർ വെച്ച് കൊടുക്കുക, അതായത് കാർബൺ പേപ്പർ. പിന്നെ അതിന് മുകളിൽ നമ്മൾ വരച്ചിട്ടുള്ള പേപ്പർ വെച്ച് കൊടുക്കുക. അപ്പോൾ എന്നിട്ടത് പിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ, വിട്ട് സൂചിയൊക്കെ വെച്ചിട്ട്. അതിന് ശേഷം ഇതേപോലെ പെൻസിൽ വെച്ച് വരച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതെല്ലാം ഒന്ന് മാറ്റി കൊടുക്കുമ്പോൾ അവിടെ നന്നായിട്ട് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ നമുക്കത് പതിഞ്ഞ് കിട്ടും, നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ഭാഗം. അപ്പോൾ സ്ലീവ് ആണെങ്കിൽ സ്ലീവ്, നെക്കാണെങ്കിൽ നെക്ക്, അത് നമുക്കിങ്ങനെ ട്രേസ് ചെയ്ത് നമുക്ക് എടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കേട്ടോ ഡ്രസ്സിങ് രീതി. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് മെറ്റീരിയലൊക്കെ നല്ല അടിപൊളിയായിട്ട് മടക്കി വെച്ചതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. സെൻറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഈ ഒരു ബീഡ്സ് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു വൈറ്റ് കളറിലെ പേൾസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഗോൾഡൻ കളറിലെ പേൾസ്, പിന്നെ സിൽക്ക് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള സിൽക്ക് ത്രെഡ്, നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു ഫാബ്രിക്കാണ് കേട്ടോ. പിന്നെ സീക്വൻസും എടുത്തിട്ടുണ്ട്, ഗോൾഡൻ കളർ തന്നെ സീക്വൻസും. അപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു നെക്ക് ഡിസൈൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇപ്പോൾ ലൈൻസ് പോലെയാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 ഇഞ്ച് 3 ഇഞ്ചിൽ നമ്മളിങ്ങനെ ഒരു ലൈൻ പോലെ വരച്ചു കൊടുക്കുക പേപ്പറിലേക്ക്. അതിന് ശേഷമാണ് നമ്മൾ ട്രേസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ലൈൻസിലൊക്കെ നമ്മൾ ഈ പിന്നെ ഷുഗർ ബീഡ്സില്ലേ, നമ്മൾ ആദ്യം കാണിച്ച ഷുഗർ ബീഡ് ഓരോ ബീഡായിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഓരോ ബാക്ക് സ്റ്റിച്ച് രീതിയിൽ ഓരോ ബീഡായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ചൊക്കെ നോർമൽ നീഡിലിൽ ചെയ്തതിന് ശേഷം പിന്നെ ഞാനത് ആരി നീഡിലിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് എളുപ്പമുള്ള ഏതാണോ അത് വെച്ചിട്ട് ചെയ്യാം. അപ്പം ബിഗിനേഴ്സ് ആകുമ്പോൾ നോർമൽ നീഡിലിലേ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോർമൽ നീഡിലിൽ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ ബാക്ക് സ്റ്റിച്ച് രീതിയിൽ ചെയ്യാം. ഇതിന് നമ്മൾ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിലൊക്കെ നമുക്കിനി കാണിച്ചു തരാം. നമ്മുടെ പിന്നെ എന്താ പറയുക, ഓൺലൈൻ ക്ലാസ്സിൽ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്, അല്ലാതെ നമ്മുടെ ഇതിനകത്ത് യൂട്യൂബ് ചാനലിൽ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നും പഠിപ്പിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ലൈൻസ് ഒരു ഭാഗം കംപ്ലീറ്റ് നമ്മൾ ഇതുപോലെ എന്താ പറയുക, നമ്മുടെ ഈ ഒരു ഷുഗർ ബീഡ് വെച്ചിട്ട് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ ഇത്രയും ലൈൻസ് എന്ന് പറയുമ്പോൾ ഒരു 2-3 ഇഞ്ച് നിങ്ങൾ എടുക്കണം കേട്ടോ. 2-3 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. നെക്കിൻ്റെ ബോർഡർ ലൈനിൽ നിന്നും 2-3 ഇഞ്ച് ഇതേപോലെ ലൈൻ വരച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ മെറ്റീരിയലിലേക്ക് ട്രേസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാനതെല്ലാം ഷുഗർ ബീഡ് വെച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഭാഗത്തായിട്ട് ഇപ്പോൾ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ ഭാഗത്ത് സിൽക്ക് ത്രെഡ് ആണെങ്കിൽ ഇപ്പുറത്തെ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ കട്ട് ബീഡ്സും അങ്ങനെ ആയിട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, 2 സൈഡിലായിട്ടും ഫ്രഞ്ച് നോട്ട്. ഇതേപോലെ ഒരു ലൈനിൽ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുന്നു. അടുത്ത ഭാഗത്ത് ഇതുപോലെ 2 സൈഡിലായിട്ടും ചെയ്താൽ കൊടുത്താൽ മതി. ടു ടൈംസ് നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ, കാരണം ഞാൻ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുള്ളത് ഒരു 8 സ്റ്റാൻഡ്സിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ 2 പ്രാവശ്യം നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത ലൈൻ ചെയ്യുമ്പോൾ ഫ്രഞ്ച് നോട്ട് പിന്നെ നമ്മുടെ നമ്മുടെ ബീഡ് വർക്കായിട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ത്രെഡ് എടുത്തിട്ടുണ്ട്, നമ്മുടെ മെറ്റീരിയലിൻ്റെ കളർ ഏതാണോ അത് നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല കോൾഡായിട്ടിരിക്കുകയാണ്, അപ്പം ഡബ് ചെയ്യുമ്പോൾ കുറച്ച് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ 2 ബീഡ്സും ഓരോ സീക്വൻസും ആയിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 ബീഡ്സും ഒരു സീക്വൻസും. അപ്പോൾ അതിങ്ങനെ 2 സൈഡിലേക്കും അതും കംപ്ലീറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ ആദ്യം ഒരു ലൈനിൽ നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുത്തു, അടുത്ത ലൈനിൽ ഷുഗർ ബീഡ് വിത്ത് സീക്വൻസ്, പിന്നെ അടുത്തത് ചെയ്യുമ്പോൾ നമ്മൾ ആ വൈറ്റ് കളറിലെ പേൾസൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അങ്ങനെ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളതായിരുന്നു കേട്ടോ. കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള വീഡിയോ ആണിത്, ഡിസൈനാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ഒരു വർക്കാണ്. പിന്നെ ഇതിന് നമുക്ക് ഗ്രീൻ കളറിലെ പാൻറ്റ് തന്നെ, ബോട്ടം തന്നെ നമുക്ക് വിയർ ചെയ്യാവുന്നതാണ്. പിന്നെ ദുപ്പട്ട ബ്ലൂ ഷെയ്ഡിലുള്ളതും അല്ലെങ്കിൽ ബോട്ടം ബ്ലൂ ഷെയ്ഡിലുള്ളതും നിങ്ങൾക്ക് വിയർ ചെയ്യാവുന്നതാണ്. മിക്സ് ആൻഡ് മാച്ച് പോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലും 2 ഷുഗർ ബീഡ് വിത്ത് ഒരു സീക്വൻസ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ വർക്കുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമൽ നീഡിലൊക്കെ ചെയ്യത്തില്ലയോ, അന്നേരം നമ്പർ 10, 12, 20 ഈ 3 സൈസിലെ നീഡിൽസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ബീഡ്സ് ഇതിനകത്ത് കോർക്കാൻ പറ്റത്തുള്ളൂ. ചില നീഡിലിനകത്ത് ബീഡ്സ് കയറത്തില്ല. അപ്പോൾ ബീഡ് വർക്കിന് വേണ്ടിയിട്ടുള്ള നീഡിലിൻ്റെ സൈസാവട്ടെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അടുത്ത ലൈൻ നമ്മൾ ചെയ്യുമ്പോൾ എന്താ, 2 ഗോൾഡൻ ബീഡ്സ് ചെയ്തു, തൊട്ട് താഴെ 2 വൈറ്റ് പേൾസ് ചെയ്ത് കൊടുത്തു. കണ്ടോ, വീണ്ടും ഗോൾഡൻ ബീഡ്സ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പം ചെയ്യാവുന്ന കേട്ടോ. എത്ര എളുപ്പമാണെന്ന് നോക്കുക. നിങ്ങൾക്ക് ഈസിയായിട്ട് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇതിനു വേണ്ടി മാത്രം ഇരിക്കുന്നവരുടെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത്. നമ്മൾ ഇങ്ങനെ കസ്റ്റമൈസ്ഡ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ഇതിനു വേണ്ടി മാത്രം സമയം സ്പെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ 1-2 ദിവസമൊക്കെ താമസം എടുക്കും. കാരണം അവർ ചെയ്ത് പതുക്കെ വരുന്നല്ലേ ഉള്ളൂ. ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചെയ്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനായിട്ട്. അത് ഹെവി വർക്ക് എന്നൊന്നും പറയാനായിട്ടൊന്നുമില്ല. എന്താ, ആദ്യം നമ്മൾ ആ ലൈൻസ് എല്ലാം ഷുഗർ ബീഡ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഒരു ലൈന് ഫ്രഞ്ചിലോട്ട് കൊടുക്കുന്നു, അടുത്ത ലൈന് ഷുഗർ ബീഡ് വിത്ത് സീക്വൻസ് കൊടുക്കുന്നു, അടുത്ത ലൈന് റൗണ്ട് ബീഡ്സും വൈറ്റ് ബീഡ്സും കൂടെ കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണേ എന്ന്. അപ്പോൾ ഇത് കണ്ടോ. ഇനിയിപ്പോൾ അടുത്തത് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത ലൈൻ ചെയ്യുമ്പോൾ ബ്ലൂ ഷെയ്ഡ് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഷുഗർ ബീഡ് വിത്ത് സീക്വൻസ് അങ്ങനെ ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ ഇതേ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും. അപ്പോൾ ഇതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ, പഠിക്കുന്ന സ്റ്റുഡൻസൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്